ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സഞ്ജുവിനെ പറ്റിയിട്ടാണ്. നമ്മുടെ യൂട്യൂബേഴ്സ് കുറേ പേരൊക്കെ സ്വന്തം ജീവിതം എടുത്ത് കാണിച്ചിട്ട് അങ്ങനെ ഉള്ള വ്ലോഗ് ചെയ്യുന്നവരാണ്. ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ വ്ലോഗേഴ്സ് ഉണ്ട്. എനിക്കതിനോട് അത്ര യോജിപ്പില്ല. ചിലർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അവർക്ക് വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോഴും അവർക്കത് ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചേ പറ്റൂ. ജനങ്ങളൊന്ന് ചോദിക്കാനോ ആൻസർ കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇഷ്യൂവിൽ നിൽക്കുന്നത് സഞ്ജു. ഈ ഇടയ്ക്ക് തന്നെ കാർത്തിക് സൂര്യക്കും ഇതേ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ബ്രേക്കപ്പ് ആയി. അവരെ കല്യാണം എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്തോ അഭിപ്രായ വ്യത്യാസം, എന്തോ ഒരു സംഭവം വന്നു, ബ്രേക്കപ്പ് ആയി. ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പൊ വന്ന് ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു കാർത്തിക്. ഇപ്പൊ അതുപോലെ സഞ്ജുവും വന്ന് ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുകയാണ് ബ്രേക്കപ്പ് ആയി എന്നുള്ളത്. നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് നോക്കാം, ആ ഡീറ്റെയിലേക്ക് പോവാം. സഞ്ജു പറയുന്നത് ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ എന്റെ ലൈഫിൽ ചെയ്യേണ്ടി വരുമെന്ന് എന്നാണ് സഞ്ജു പറയുന്നത്. പക്ഷെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്, സഞ്ജു തേച്ചതാണോ, സഞ്ജു ആണോ ആ കുട്ടിയെ തേച്ചത് എന്ന് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് കേട്ട് തന്നെ നോക്കാം. ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ വീട്ടുകാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും എന്റെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഈവൻ നേരിട്ടായിക്കോട്ടെ, എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കുന്നതാണ് എന്റെ റിലേഷൻഷിപ്പിന് എന്ത് പറ്റി, അവളാണോ തേച്ചത്, പ്രോയാണോ തേച്ചത്, നിങ്ങൾ എന്താണ് കുഴപ്പം, നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ, എല്ലാവർക്കും ഇത് തന്നെ. പക്ഷെ ഈ കുറച്ച് ദിവസം സഞ്ജു പറയുന്ന ഒരു ന്യായീകരണം എന്താന്ന് വെച്ചാല് ഇവരുടെ ഇടയിൽ മിക്കവാറും വഴക്കുണ്ടാവാറുണ്ട്, പിന്നെ അങ്ങ് സെറ്റ് ആവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാവാറുണ്ട്. നാളെ ശരിയാകും, ഇന്ന് ശരിയാകും എന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുമായിരുന്നു. പക്ഷെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ബ്രേക്കപ്പ് ആയെന്ന് പറയുന്നുണ്ട്. സഞ്ജുവിന്റെ ഒരു കരിയർ ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കരിയർ ഗ്രാഫ് തന്നെയാണ് സഞ്ജുവിന്റെ. അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിലേക്ക് പോവാം. അതൊക്കെ മാറി നേരത്തെ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് മാറി തെറിവിളിയും ചീത്തവിളിയും അത് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പം എല്ലാ മെസ്സേജൊക്കെ റിപ്ലൈ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോഴും നമ്മൾ റിപ്ലൈ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം അവര് നല്ല സ്നേഹത്തിന്റെ ഭാഷയിൽ ചോദിക്കും, പിന്നെ അത് തെറിവിളിയായി, പിന്നെ ഒന്നും പറയണ്ട, പിന്നെ ഗോസിപ്പാ. നമ്മളിതെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ആണ്. അല്ലെങ്കിൽ പ്രോ തേച്ചിട്ട് പോകാനല്ലേ, പ്രോ ഇപ്പൊ ഇങ്ങനെ അങ്ങനെ കാണിച്ച സ്വഭാവം ഇങ്ങനെയാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഇങ്ങനെ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ ഉടൻ അവര് വിധി എഴുതി തേച്ചു എന്നൊരു വിധിയും എഴുതി. നമ്മളെ ഒരു പരിചയമില്ല, നമ്മളെ കുറിച്ച് ഒന്നുമേ അറിഞ്ഞുകൂടാത്ത മനുഷ്യരാണ്. എവിടെയോ കുത്തിയിരുന്ന് അങ്ങ് ടൈപ്പ് ചെയ്ത് വിടുക, കുറേ ഊഹാപോഹങ്ങള് എന്തൊക്കെ ആലോചിച്ചവരങ്ങ് ടൈപ്പ് ചെയ്ത് വിടുക. നമുക്കൊരു മനസ്സുണ്ട്, നമുക്കിത് കേട്ടാൽ വിഷമാവും എന്നൊന്നുമേ ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ അടുത്തറിയാവുന്നവർക്ക്, അവർക്ക് പക്ഷേ ഇത് കാണുമ്പോൾ അറിയാം ഇത് ചുമ്മാതാണ്, അവരിങ്ങനെയാണ്, ജെന്യൂനാണ് എന്നൊക്കെയുള്ളത് നമ്മുടെ ഫ്രണ്ട്സിനെ കുറച്ച് ചുറ്റുമുള്ളവർക്ക് മാത്രമേ അറിയാം. ബാക്കിയുള്ളവരെല്ലാം വിശ്വസിക്കും. കുറേ പ്രാവശ്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ വിചാരിക്കും അങ്ങനെ ആയിരിക്കുമോ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ക്ലാരിഫൈ ചെയ്തേ പറ്റൂ. അതാണ് സഞ്ജു ഇവിടെ ചെയ്യുന്നത്. നമ്മളോടിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ്. ആസ് എ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇതും ഞാൻ ഷെയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വ്ലോഗ് ചെയ്യാൻ പാടില്ല. ഇത്രയും ലൈഫ് തുറന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അത് ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ ഒരു മറവ് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യും. എന്തിനാണ് നിങ്ങളിങ്ങനെ ഒത്രയും ലൈഫ് ഓപ്പൺ ആക്കി കാണിച്ച് വീഡിയോ ചെയ്യുന്നതിന്റെ ആവശ്യം എന്താ? അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ട്. എന്നിട്ട് വന്നിട്ട് കരച്ചില്ല, ഉറക്കം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ റിലേഷൻ ബ്രേക്ക് ഇതിപ്പോ നടന്നിട്ട് ഇന്നലെയാ മിനിഞ്ഞാന്ന് നടന്നൊന്നുമല്ല, ഒരു 2-2.5 മാസത്തിന് മുകളിലായി ഞങ്ങൾ ബ്രേക്ക് ആയിട്ട്. അപ്പൊ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണ ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും. എന്റെ യൂട്യൂബിലാണെങ്കിലും കുറെ ആളായിട്ട്
അവളാണെങ്കിലും വരുന്നില്ല വീഡിയോസിലൊന്നും. അതുപോലെ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റുകളെല്ലാം പോയി. ഇപ്പൊ നിങ്ങൾ ചോദിക്കണ്ടാവും എന്തുകൊണ്ടാ ബ്രോ ബ്രേക്ക് ആയത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള കുഴപ്പം? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് വൈബാ. അപ്പൊ ഞങ്ങൾ ശരിക്കും സത്യം പറഞ്ഞ ഇത്രയും നാളും ഒന്നും വന്ന് പറഞ്ഞില്ല, ഇപ്പൊ വന്നിട്ട് പറയാണ്. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും രണ്ട് വൈബാണ്. ഇതെന്താ സംഭവം എന്ന് പറയാം, ഇവർക്ക് ആർക്കും വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സിലാ. ഈഗോയാണ് രണ്ടുപേർക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയാണ്. വിട്ടുകൊടുക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാം ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉറപ്പായിട്ടുണ്ട്. എന്ത് പ്രശ്നത്തിനും ഒരു സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗം നമ്മുടെ മുമ്പിൽ തെളിയും. പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു സമാധാനം ഹാപ്പിനെസ് ഒന്നും രണ്ടുപേർക്കും ഇല്ലായിരുന്നു. നിങ്ങൾ എന്നെ പണ്ടോട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇടക്ക് വഴക്കിടും, ബ്രേക്കപ്പ് ആവും, മാറും, വഴക്കിടും, മാറും, വീണ്ടും റെഡിയാവും, വീണ്ടും മാറും. ഇത് എന്നെ ഇങ്ങനെ ലൂപ്പായിട്ട് അടിച്ച് ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് പണ്ടോട്ട്. അപ്പൊ എന്റെ എനിക്ക് പറയാനുള്ളത്, ഈ സമാധാനവും സന്തോഷവും ആരും നമുക്ക് കൊണ്ടുതരത്തില്ല. നമ്മൾ തന്നെ സ്വയം കണ്ടെത്തേണ്ടതാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ വീട് സ്വർഗമാക്കേണ്ടത്. ഫോളോവേഴ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പൊ എന്റെ പണ്ടൊക്കെ വഴക്കിട്ടുള്ള വീഡിയോ അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിടമുണ്ട് പിന്നെ അത് കാണിക്കാണ്ടായി. കാരണം അത് ഈ വീഡിയോയിൽ കാണുന്ന ലൈഫ് മാത്രമല്ല, ഇത്രയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. എല്ലാ വഴക്കുള്ള ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ? അത് അവക്കാണെങ്കിലും എനിക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് പണ്ടുതൊട്ടേ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്നുള്ള മൈൻഡില് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരിപ്പോഴും നല്ല ഫ്രണ്ട്സ് ആണ്. ഇതിപ്പോ ഒരു സ്റ്റൈലാണ്. ഇപ്പൊ സജ്ന ഫിറോസ് തന്നെ വന്ന് പറഞ്ഞത് കണ്ടില്ലേ, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഇതൊന്നും ഇനി അങ്ങോട്ട് പോകും തോറും അടുത്ത ജനറേഷൻ എല്ലാം ഇതൊക്കെ ഒരു സ്റ്റൈലാണ്. ബ്രേക്കപ്പ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇനി അങ്ങനെയായിരിക്കും, അതൊരു സ്റ്റൈലായി മാറും. വീണ്ടും വഴക്കായി, വീണ്ടും മാറി, വീണ്ടും ഇതും അതൊക്കെ ഒരു പോയിന്റ് എത്തിയപ്പോഴേ ഞങ്ങൾ ബ്രേക്ക് ആയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇത് ഭയങ്കര ഒരു പ്രശ്നമാവും ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് മ്യൂച്വലി റെസ്പെക്ട് ചെയ്തെടുത്ത ഒരു ഡിസിഷനാണ് ഞങ്ങൾ ബ്രേക്ക് ആവുന്നത്. കാരണം ഇപ്പൊ ഇനി ഞങ്ങൾ കല്യാണം കഴിച്ചാലും ചിലപ്പോ ഇതിന്റെ അപ്പുറത്തെ പ്രോബ്ലം ആയിരിക്കും വരുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ല. സത്യം പറഞ്ഞ ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഹാപ്പിനെസ്, സന്തോഷവും സമാധാനവും ഇല്ല. ഏത് നേരവും ഞങ്ങൾ ഓക്കെ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനും അവളും കൂടെ ഒരുമിച്ച് എടുത്തൊരു ഡിസിഷനാണ് ബ്രേക്കപ്പ്. പിന്നെ ഇതെന്തുകൊണ്ട് ഞങ്ങളോട് പറയാനെന്ന് പറഞ്ഞാൽ ഞാനപ്പോ മെന്റലി, ഞാനാണെങ്കിലും അവളാണെങ്കിലും മെന്റലി ഓക്കെ അല്ലെന്ന്. എനിക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, ഒന്നും ഒരു എനർജി എന്നുള്ള സാധനം ഇല്ല. ചുമ്മാ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ വ്ലോഗൊന്നും ഇടുന്നില്ലായിരുന്നു കുറെ നാളുകൊണ്ട്. എനിക്ക് വ്ലോഗൊന്നും എന്റെ വീഡിയോയിലത് വരുന്നില്ല. പിന്നെ നിങ്ങൾ പറയാൻ എന്നോട് ബ്രോ ഇപ്പൊ വീഡിയോസ് ഒന്നും ഒരു ഉഷാറില്ല, വീഡിയോക്ക് ഒരു എനർജി ഇല്ല, നിങ്ങൾ തട്ടിക്കൂട്ടിയാണ്. സത്യമാണ് പറഞ്ഞത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് സഞ്ജുവിന്റെ വീഡിയോ ഒന്നും തന്നെ കാണുന്നില്ല. നമ്മൾ വിചാരിച്ചു എന്ത് പറ്റി എന്ന്. ഇപ്പോഴാണ് ക്ലാരിഫിക്കേഷൻ കിട്ടിയത്. ഇപ്പം സഞ്ജു ഇപ്പൊ ആളുകൾ പറഞ്ഞ സഞ്ജു പുതിയ റിലേഷൻ തുടങ്ങി, പുതിയ ഗേൾ ഫ്രണ്ട് വന്നു. ഇപ്പൊ 2-3 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് ആളുകൾക്ക് എന്തും പറയാലോ, നമുക്കറിയത്തില്ല സത്യാവസ്ഥ എന്താണെന്ന്. എനിക്കറിയത്തില്ല, ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്കിതിനു മുമ്പ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. സ്ഥിരം വീഡിയോ ഇടുന്നവർക്ക് സംബന്ധിച്ച് ഭയങ്കര കണ്ടന്റ് ദാരിദ്ര്യം അതൊരു വലിയ വിഷയം തന്നെയാണ്. ഇടയ്ക്ക് തന്നെ മല്ലു ഫാമിലി കണ്ടില്ലായിരുന്നോ, കണ്ടന്റ് ഇല്ലാഞ്ഞ് വൈഫിനെ പിടിച്ച് പൂട്ടിയിട്ടിട്ട് ഡിവോഴ്സിന് കൊടുത്തു, കേസ് നടക്കുക എന്നൊക്കെ പറഞ്ഞു ഒരു കഥയുണ്ടാക്കി വീഡിയോ ചെയ്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കണ്ടന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ ആളുകൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു ഓടി നടക്കുക. ബ്രേക്ക് ആയി കഴിയുമ്പോണ്ടല്ലോ ആദ്യം കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീൽ അടിക്കുന്നേ. അപ്പൊ നമുക്കൊരു ഉണർവും ഉന്മേഷവും ഒന്നും കിട്ടത്തില്ല. ഷോ നമ്മൾ മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യണത് കണക്കാവും. പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ട്,
ശോകം. സത്യമാണ്. ബ്രേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേ തീർച്ചയായിട്ടും മനസ്സിനൊരു വിഷമമായിരിക്കും. ആ ഒരു ടൈം ഈ സമയം കടന്നു പോകും എന്ന് പറഞ്ഞ കണക്ക് കുറച്ച് നാളത്തെ ഒരു വിഷമം. വീട്ടുകാരെ ചോദിക്കുമ്പോഴേക്ക് എനിക്ക് ദേഷ്യമാണ്. എന്റെ വീട്ടുകാരെ ചോദിക്കുമ്പോൾ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ അന്നേരം എനിക്ക് ദേഷ്യമൊക്കെ വരും. ഇതിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. അത് അവക്കാണെങ്കിലും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങള് കുഴപ്പമില്ല. ഇപ്പൊ അതിന്ന് മാറി. ഈ ഒരു കുറച്ച് കഴിഞ്ഞപ്പോ അത് ഓക്കെ ആയി. പിന്നെ അതുപോലെ തന്നെ അവക്കാണെങ്കിലും എന്താ ഒരു പേടിയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് നമ്മള് ഒരു വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് കുറെ ആൾക്കാർ ഇതേപോലെ അവരടുത്ത് കുത്തിപ്പൊക്കി വലിച്ചു കീറി ചുമ്മാ അവളുടെ പ്രൈവസി ഒക്കെ അത് ചെയ്യുന്നത്. അവളുടെ പേഴ്സണൽ ലൈഫിൽ അത് ചിലപ്പോൾ ഇനി ബാധിക്കും ഫ്യൂച്ചറിലൊക്കെ. അപ്പൊ അതിനെ കുറിച്ച് ഇടണ്ടാ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ മാത്രം ലൈഫ് അല്ല, അവളുടെയും കൂടെ ലൈഫ്. അവളുടെ റെസ്പെക്ട് കൊണ്ടാണ് ഇത്ര ഇതായത്. അവളോട് ചോദിച്ചപ്പോ പിന്നെ ഇവർക്കിടയിലുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവരുടെ ഇടയിലൊരു കോംബോ. എന്നോട് പറയണം ഇട്ടുണ്ട് ഇട്ട് കഴിഞ്ഞതാണ്. പക്ഷെ ഈ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര തെറിവിളിയും ചീത്തവിളിയും അതൊക്കെ പുതിയ സ്റ്റോറി വരെ അടിച്ചിറക്കണം. അവൾ തേച്ചിട്ട് പോയാണല്ലേ, ഞാൻ തേച്ചിട്ട് പോയാണല്ലേ, അല്ലെ നീയൊക്കെ ആണോണ്ട്, അങ്ങനെ ഇങ്ങനെ കുറെ തെറിവിളിയും ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എടി ശരിയാകുന്നില്ല. ഈവൻ എനിക്ക് ഹേർട്ടാന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ എന്ത് നടന്നാലും ഞാൻ നിങ്ങളോട് കാണിക്കണതാണ്. അപ്പൊ എനിക്കിത് കാണിക്കണമെന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും എനിക്കില്ലായിരുന്നു. കാരണം എനിക്ക് ആദ്യം അങ്ങനത്തെ ഒരു മെന്റൽ സ്റ്റേറ്റിലല്ലായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മെന്റൽ സ്റ്റേറ്റിലല്ലായിരുന്നു. ഞാൻ കുറെ നാള് 10-20 വീഡിയോ ഇടാണ്ടൊക്കെ ഇരുന്നു. അതൊക്കെയാണ് സ്ഥിതി. അപ്പൊ എനിക്ക് അപ്പം പറ്റത്തില്ല. അത് കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെ ഫാമിലിയോട് ഇത് പറഞ്ഞ് അതായത് നിങ്ങളോട് എനിക്ക് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞപ്പോ അവള് പറഞ്ഞു ഇതല്ല ഇപ്പൊ പറഞ്ഞ അത് എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ആൾക്കാരാകുമ്പോ അതിന്റെ വിവാദം ടോപ്പിക് ആക്കി അതാക്കി പിന്നെ അവളുടെ ലൈഫും എന്റെ ലൈഫും സീനാവും. അപ്പൊ ഞാൻ ഓക്കെ റെസ്പെക്ട് ചെയ്ത് ഓക്കെ ഞങ്ങള് വീടുണ്ടെന്ന് കരുതി. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ചീത്തോളി ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞു ഇതാണ് ചെയ്യുന്നത്. ഇങ്ങനെ അവരോട് എനിക്ക് പറയണം. കാര്യം എന്തായാലും നിങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ്സ് ഇല്ല ബ്രോ എന്ത് വെട്ടി തുറന്ന് ഓപ്പണായിട്ട് വേണം ബ്രോ. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഓപ്പണായിട്ട് പറ. അന്നേരം നമുക്ക് മനസ്സിലാക്കുന്നു. ഇല്ലാണ്ട് പല ആൾക്കാരും പല സ്റ്റോറീസ് ഒക്കെയാണ് ഇങ്ങനെ ആലോചിച്ചതായി കേട്ടത്. അപ്പൊ ഞാൻ അവരോട് കാര്യം പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നതെല്ലാം കൊള്ളാം. പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കൂടി തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മൈൻഡിനുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയാം. പിന്നെ വന്നിട്ട് കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല. അവളുടെ ഒരു പെർമിഷനോട് കൂടിയ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സംഭവം. ഞങ്ങൾ ഒട്ടും അഡ്ജസ്റ്റ് ആകത്തില്ലായിരുന്നു. അതാണ് നിങ്ങൾക്ക് എന്തോ അഡ്ജസ്റ്റ് ആകത്തില്ലെന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒന്നില്ലേ ചില ഈഗോസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അവളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്. പക്ഷെ ഞങ്ങൾ സത്യം ആദ്യം വിചാരിച്ചാണ് ഇതൊക്കെ ഓക്കെ ആവും. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇത് വീണ്ടും പറ്റുള്ള ഒരു പോയിന്റ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സഫർ ചെയ്യാൻ തുടങ്ങി. ഞാൻ മാത്രമല്ല അവളും അതേ രണ്ടുപേരും ഒട്ടും മെന്റലി ഹാപ്പി അല്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എടുത്തൊരു ഡിസിഷനാണ്. ഞാൻ സത്യം ബ്ലാങ്ക് ആവും. എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല നിങ്ങളോട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാങ്ങനൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സാണ്. അത് കഴിഞ്ഞും ഒരു കുഴപ്പമില്ല. ഞങ്ങള് അല്ലാണ്ട് മനസ്സ് വെച്ചിട്ട് അങ്ങനെ ഞങ്ങള് തങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങള് തങ്ങളിൽ ഭയങ്കര ചേർച്ചയാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. എല്ലാം വാദോരാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുക. എന്നാൽ ഞങ്ങൾ തങ്ങളെ ഒന്നിച്ച് ഇല്ലാതാനും ഞങ്ങൾ ബ്രേക്കപ്പായി. എന്താണ് ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്ക് എന്താ പറ്റുന്നത്? ഒന്നും നോ ഐഡിയ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണേ ഉറപ്പായിട്ടും. എന്നെ സംബന്ധിച്ച് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഒരുപാട് ഗോസിപ്പും അലിഗേഷൻസും എല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നവരെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോഴും കുറെ പേര് നമ്മളെ അറിയാത്ത കുറെ പേര് എവിടെ ഇരുന്ന് കുറെ കഥകൾ ഉണ്ടാക്കി അങ്ങ് പരത്തി വിടുക. അതൊന്നും അല്ല സത്യം. നിങ്ങള് പിന്നെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് അഭിപ്രായം പറയാൻ നിൽക്കരുത്. മനസ്സിലായോ? എനിക്ക് വന്ന കുറച്ച് മെസ്സേജസ് ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്ക് ഇതേ കണക്ക് അലിഗേഷൻസ് വന്നപ്പോൾ എനിക്ക് ആളുകൾ അയച്ചു എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞേണ്ട റിപ്ലൈ ആണ്. കേൾപ്പിച്ചു തരാവേ.
അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറെ അലിഗേഷൻസും ഗോസിപ്പും ഒക്കെ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ അറിയാവുന്നവർക്ക് കറക്റ്റ് അറിയാം ഞാൻ എന്താന്നുള്ളത്. പക്ഷേ ഒട്ടും അറിയാത്ത വ്യക്തികൾ എന്റെ വീഡിയോ മാത്രം കേൾക്കുന്നവർ ഒരു പക്ഷെ വിചാരിക്കും അയ്യോ താര ഇങ്ങനെയാണോ എന്ന്. ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ഞാൻ അത്രയും സത്യസന്ധമായിട്ടും എന്നെ കുറിച്ച് എല്ലാം ജെന്യൂൻ ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും എന്റെ പ്രവൃത്തിയും എന്റെ വീഡിയോയും സെയിം തന്നെയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനായിട്ട് പോലും എന്നെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ കാലം തെളിയിക്കും. എനിക്കതിന്റെ ക്ലാരിഫിക്കേഷൻ തരേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടിയും എങ്ങനെ ഓരോരുത്തർ എൻ്റെ അടുത്ത് ചോദിക്കും, ഒന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്താ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിപ്ലൈകളാ. അത് നിങ്ങൾ കേട്ടു നോക്കൂ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ നാറികളുണ്ട്. നാറികൾ എന്ന് പറഞ്ഞാൽ പരനാറികൾ. കുറെ യൂട്യൂബിന്റെ അകത്ത് കുറെ പരനാറികളുണ്ട്. കുറെ വേണ്ടാത്ത വായി തോന്നി വിളിച്ച് പറയാ. പെണ്ണുങ്ങൾ അനാവശ്യം കുറെ പറയാ, കുട്ടികളെ പറയാ. ഇതൊക്കെ ഈ വെറുതെ കിടന്ന് ഇങ്ങനെ ഈ പിന്നെ ഒരു സൈഡിലും ഭ്രാന്ത് ഒരു സൈഡിലും പേപ്പട്ടി അടിച്ച് അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഇപ്പൊ യൂട്യൂബിന്റെ അകത്തുള്ള കുറെ നാറികളുടെ അവസ്ഥ. അതാണും പെണ്ണും. സത്യസന്ധമായിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്, നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത് പോണ ആൾക്കാരും ഉണ്ട്. താരെ സംബന്ധിച്ച് താരയ്ക്ക് 100% എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താര നല്ല വഴിക്ക് പോകുന്ന ഒരാളുമാണ്, മോശപ്പെട്ട ലെവലിൽ പോകുന്ന ആളുമല്ല. അവരവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താര. അതെനിക്ക് വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഞാൻ ഇന്നൊന്നുമല്ല താര കാണാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ പറയാനുള്ള നാറികളൊക്കെ പലതും പറയും. അവരൊക്കെ ഞാൻ കുറച്ച് പറയില്ല, നാറികൾ എന്ന് പറയാക്കൂല, അതിന് പര എന്ന് ചേർക്കണം, പരനാറികൾ എന്ന് ചേർക്കണം. നാറികൾ എന്ന് പറഞ്ഞാൽ അതിലൊരു ഇതുണ്ട്, അതിനും കഷ്ടമാണ് അവര് കാര്യം. മനസ്സിലായില്ലേ? ഈ പരനാറികള് പലതും പറയും. മനസ്സിലായില്ല? നമ്മള് ഈ അത് നോക്കിക്കൊണ്ട് നിന്ന് നമുക്ക് അതിനെ നേരം കാണും. മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് തന്നെ തൂറി സ്വന്തമായിട്ട് തന്നെ തീട്ടം തിന്ന് സ്വന്തം കപം തുപ്പിട്ട് ആ കപം തന്നെ തിന്നുന്ന കുറെ ആൾക്കാരുണ്ട് എന്റെ അകത്ത്. എനിക്കറിയാം താര എങ്ങനെ ജീവിച്ച ആളാണെന്നും താരയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അതുപോലെ തന്നെ താര നല്ല വഴിയിലൂടെ പോകുന്ന ഒരു സ്ത്രീയാണെന്നും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണല്ലോ. ഈ പറയാനുള്ളവര് പറയും. ഒന്നാ ഈ പറയണവരൊന്നും വിവരം എന്നുള്ള സാധനം ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഒന്നാം വിവരം എന്നുള്ള സാധനം ഇല്ല. അപ്പൊ ഈ വിവരം ഇല്ലാത്ത ഈ നാറികളോടൊക്കെ സംസാരിക്കാൻ പോകുന്നേക്കാൾ നല്ലത് നമ്മളൊന്നും മിണ്ടാകാനിരിക്കുക. കുറെയൊക്കെ കണ്ടില്ല കണ്ടില്ലെന്ന് വെച്ച് മിണ്ടാങ്ങിയിരിക്കുക. പിന്നെ അവർക്ക് പറഞ്ഞോണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീമൂട് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ നാറികളുണ്ടല്ലോ, എന്തും ആരെ കണ്ടാലും എന്തും പറയാം, അനാവശ്യം പറയാം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാം. അതുപോലെ തന്നെ പിന്നെ തെളിവ് ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും തോന്നിയാസങ്ങൾ വിളിച്ച് പറയാം. അപ്പൊ ഈ പറയണവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേട്ടോണ്ടിരിക്കുന്നവര് വിശ്വസിക്കും. പക്ഷെ താര നല്ലൊരു കുട്ടിയാണെന്നും അതുപോലെ തന്നെ നല്ല വഴിക്ക് നല്ല വഴിക്ക് പോകുന്ന ഒരാളാണെന്നും എനിക്ക് നല്ല വർഷങ്ങളായിട്ട് നമുക്കറിയാം. ഈ ഗോസിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് മനുഷ്യൻ നന്നാകുന്നത്, അതായത് ഒരാൾ നന്നാകുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഒരു ചെവിന്ന് കേട്ട് മറ്റൊരു ചെവി കൂടി ഇറക്കി വിടുക. പിന്നെ ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ചയുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ താഴ്ചയ്ക്ക് ഒരു ഉയർച്ചയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ലോകം അറിയപ്പെടുന്ന കലാകാരനോ കലാകാരിയോ ആയിത്തീരുമെന്ന ദൈവത്തിന് നിശ്ചയമുണ്ടായിരിക്കും, ഉണ്ട്. അത് തീർച്ചയായിട്ടും നടക്കും. ഒന്നുകൊണ്ട് പേടിക്കണ്ട. എല്ലാം ദൈവം എന്ന് പറയുന്ന ഒരാള് ഉണ്ട് എന്ന് മാത്രം വിശ്വസിക്കുക. ബാക്കിയെല്ലാം വിട്ടുകളയുക, അത്രേ ഉള്ളൂ. അതെന്നെ താര ഈ താത്തയുടെ വീട്ടുകാരും അവളുടെ ഉമ്മയും സഹോദരിയും മക്കളും ഒക്കെ നല്ലത്. സമൂഹത്തിലുള്ള വേറെ ആൾക്കാരും പെൺപിള്ളേരും പയ്യന്മാരൊക്കെ പെണ്ണുപിടിയന്മാരും പെടികളും. അതാണ് അവളുടെ നിലപാട്. ഇപ്പൊ വേറെ ഒരു ടീപ്പ് ഉണ്ടല്ലോ യൂട്യൂബിന്റെ അത് താത്ത. അവളെ പോലെയുള്ള പരനാറി, അതായത് മൂന്നാംകിട സ്ത്രീ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവളെ. ഞാൻ പലതവണ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇവള് പറയുന്ന വാക്കുകളും കാണിക്കുന്ന രീതികളും കൊച്ചു കുട്ടികളെ വെച്ച് അനാവശ്യം പറയാ, വീട്ടിലിരിക്കുന്ന കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ അനാവശ്യം പറയാ. ഇവള് ആരെന്നാണ് ഇവളുടെ വിചാരം? ഇവള് ഒരു മൈനുമല്ല.
മനസ്സിലായോ? ഇവിടെ ഒരു മൈലുമല്ല. കാരണം ഇവള് കാണിച്ചു കൂടുന്ന പറയുന്നതിന്റെ വാക്കുകള് അവളെ അറിയുന്നില്ല അവൾ എന്താണ് പറയണെന്നുള്ളത്. സൈക്കോ ആണെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കി ഇത് സൈക്കോ ഒന്നും അല്ല. സൈക്കോക്കാരൊന്നും ഇങ്ങനെയൊന്നും പെട്ടെന്ന് കയറി കാണിക്കുകയൊന്നുമില്ല. സൈക്കോക്കാർക്ക് പിന്നെ ഒരു അന്തസ്സുണ്ട്. അവളെ അതിൽ കൂട്ടാൻ കൊള്ളില്ല. മനസ്സിലായില്ലേ? ഇവിടെ പോലുള്ള ഇത്രയും വൃത്തികെട്ട മൂന്നാംകിട സ്ത്രീകള് യൂട്യൂബിന്റെ അകത്ത് കയറി യൂട്യൂബിന്റെ പോലും വില കളയുന്ന രീതിയിലുള്ള സംസാര ശൈലിയാണ് അവളുടെ ഭാഗത്ത് നിന്ന് താത്തേട. ഒരു കുട്ടി കരയണ ഒരു വീഡിയോ ഞാൻ കണ്ടു യൂട്യൂബിന്റെ അകത്ത്. ആ കുട്ടി കരയണത് കണ്ടപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി. കാരണം ഇങ്ങനെ ഒരു അധപ്പതിച്ചു പോയ ഒരു സ്ത്രീ ആ കൊച്ചിനെ ഇത്രയും ടാർഗറ്റ് ചെയ്ത് ആ കൊച്ചിനെ ടാർഗറ്റ് ചെയ്താണ് ആ അമ്മേനെ വേദനിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ നിർത്തേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും രംഗത്ത് ഇറങ്ങി ഇവക്ക് കൊടുക്കാനുള്ള പണി 8ന്റെ പണി കൊടുക്കണം. അവിടെ പൊട്ടക്കിണറാണ് അവളെ പൊട്ടക്കിണറാണ്. അതൊക്കെ സീല് പൊട്ടിയ കേസാണ്. അതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ യൂട്യൂബില് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ, കുറേ കമന്റുകളും കുറേ ഗോസിപ്പുകളും ഇതെല്ലാം അവർ ഫേസ് ചെയ്യണം. ഈ ഇടയ്ക്ക് തന്നെ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ ഭയങ്കര മോശപ്പെട്ട ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പം ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിന് ലക്ഷ്മി നക്ഷത്ര ആ ചേട്ടനെ കണ്ടു. അപ്പം പുള്ളിക്കാരി നടന്നങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, ചേട്ടൻ എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചേട്ടൻ എന്ത് ബേസിലാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ സ്വഭാവമോ എന്നെക്കുറിച്ചോ ഒന്നും ചേട്ടൻ അറിയത്തില്ല. പിന്നെ എന്തിനാണ് ചേട്ടൻ ഇങ്ങനെ ഒരു വീഡിയോ എന്നെക്കുറിച്ച് ഇറക്കിയത്? പുള്ളിക്കാരൻ ആകെ വിയർത്തായൊക്കെ എന്ത് വേണമെന്നറിയാൻ വേണ്ടി പുള്ളിക്ക് എന്തോ വ്യൂ കിട്ടാൻ വേണ്ടി അങ്ങ് ഭയങ്കര രീതിയിലൊക്കെ ലക്ഷ്മി നക്ഷത്രയെ അങ്ങ് തേച്ചൊട്ടിച്ചു. ആ കുട്ടിന്ന് വെച്ചാൽ കുട്ടി നമ്മുടെ റിമിറ്റോമിയെ പോലെ ഒരു എന്താ പറയുന്ന ഒരു ഒരു വല്ലാത്തൊരു കുസൃതി പിടിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അവരുടെ വീഡിയോസ് എല്ലാം. നമുക്ക് ഇഷ്ടം, നമ്മൾ കണ്ടോണ്ടിരിക്കും. ഞനുപുരുത്ത സ്വഭാവം, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. വെട്ടിലുപോലെ നിൽക്കും. അപ്പം ഭയങ്കര ഒരു പാവം കൊച്ചാന്നേ ലക്ഷ്മി നക്ഷത്ര, എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഭയങ്കര തേച്ചൊട്ടിച്ച് വീഡിയോ ചെയ്ത് കളഞ്ഞു. അപ്പം ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ? എൻ്റെ ഫ്രണ്ട്സും എന്നെ അറിയാവുന്നവരെല്ലാം വിളിച്ച് ചോദിക്കുന്നു, ചേട്ടനറിയാമോ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷമം എന്താണ്? ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ പറയണം. എന്തിനാണ് അങ്ങനെ? ചേട്ടനോട് ഞാൻ ഇതുവരെയായിട്ട് എന്തെങ്കിലും അനാവശ്യമായ ഒരു വർത്താനം പറഞ്ഞു, എന്തെങ്കിലും ബഹുമാനക്കുറവ് കാണിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം കൊണ്ട് സഹിക്കാൻ വയ്യ കുറ്റബോധം കൊണ്ട് എന്ത് പറയണമെന്നറിയാമോ. എന്നിട്ട് ഈ പുള്ളി വീട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി, എനിക്ക് ക്ഷമിക്കണം, ലക്ഷ്മി നക്ഷത്ര ക്ഷമിക്കണം, സത്യമാണ്, എനിക്കൊരു പരിചയമില്ലാതെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തു, ഒരു രസത്തിനങ്ങ് ചെയ്തതാണ്, എന്തോ ഒരു ഇത് പറഞ്ഞു. അപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും അത് തിരക്കണം വ്യക്തമായിട്ട്. നമ്മളൊക്കെ ചെയ്യുമ്പോഴും അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ വിത്ത് പ്രൂഫായിട്ടാണ് നമ്മളൊരു കാര്യം പറയുന്നത്. ചുമ്മാതെ നമ്മൾ ആരെക്കുറിച്ചും പറയാറില്ല. അത് ഇപ്പൊ റിയാക്ഷൻ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെൻസിൽ എടുക്കുക. എന്തായാലും പ്രൂഫ് ഇല്ലാതെ നമ്മൾ വന്ന് ഒന്നും നേരെയും ആരോപിക്കത്തില്ല. അത് കാണുന്നവർ മനസ്സിലാക്കുക. അതല്ലാതെ ഒരു ഇതും ഇല്ലാതെ ഒരു പരിചയം ഇല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട്, ഇവിടെ ഒരു ലേഡി ഉണ്ടല്ലോ, നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരെയും അവർക്കെതിരെ ആര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നോ അവരുടെ കുടുംബത്തെ മൊത്തം ആക്ഷേപിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞതാ. ഒരു പരിചയമില്ല, ഒന്നുമില്ല, ചുമ്മാ ഇരുന്നങ്ങ് നിരത്തി പറയുക കുടുംബക്കാരെ മൊത്തം. എന്തിന്റെ ബേസിലാണ്? നമ്മൾ വിത്ത് പ്രൂഫോടെയാണ് ഓരോ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ ചെയ്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത എല്ലാവരും പ്രൂഫിന്റെ ബേസിലാണ് സംസാരിച്ചത്. അവര് തിരിച്ചു വന്നിട്ട് ചുമ്മാ എല്ലാരെയും അങ്ങ് കുടുംബക്കാരെ വിളിക്കുക. അപ്പൊ അങ്ങനെ ഇനിയൊരു കുഞ്ഞു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.